നമസ്കാരം. സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നത് നാവിക യുദ്ധത്തിലെ ഏറ്റവും സങ്കീർണമായ കാര്യമാണ്. അദൃശ്യമായ ഒരു കൊലയാളിയെ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണത്. എന്നാൽ കുറെ ദിവസം മുമ്പ് വിശാഖപട്ടണത്ത് നടന്ന ലോകരാജ്യങ്ങളുടെ വമ്പൻ നാവിക അഭ്യാസമായ മിലൻ 2026 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഒരു അത്യാധുനിക അന്തർവാഹിനിയെ ആഴക്കടലിൽ വെച്ച് ഒരു ഫിലിപ്പീൻസ് യുദ്ധക്കപ്പൽ കൃത്യമായി ട്രാക്ക് ചെയ്തിരിക്കുന്നു. 33 രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക യുദ്ധക്കപ്പലുകൾ പങ്കെടുത്ത ഈ അഭ്യാസത്തിൽ ഈ നേട്ടം കൈവരിച്ചത് ഫിലിപ്പീൻസ് മാത്രമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ സബ്മറൈനുകളുടെ സുരക്ഷയെ ഇത് ബാധിക്കുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപമുള്ള ബംഗാൾ ഉൾക്കടലിലാണ് ഈ ചരിത്രപരമായ മിലൻ 2026 അഭ്യാസം നടന്നത്. അമേരിക്ക, റഷ്യ തുടങ്ങിയ വമ്പൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ഈ എക്സസൈസിൽ ആദ്യമായാണ് ഫിലിപ്പീൻസ് നാവികസേന അവരുടെ ഒരു കപ്പലുമായി എത്തുന്നത്. ഫിലിപ്പീൻസിന്റെ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ BRP മിഗ്വൽ മാൽവാർ ആണ് ആ താരം. അഭ്യാസത്തിന്റെ ആന്റി സബ്മറൈൻ വാർഫെയർ ഘട്ടത്തിലാണ് സംഭവം നടന്നത്. കടലിനടിയിൽ നിശബ്ദമായി നീങ്ങുന്ന ഇന്ത്യൻ അന്തർവാഹിനിയെ കണ്ടെത്തുകയായിരുന്നു മറ്റ് കപ്പലുകളുടെ ദൗത്യം. ലോകത്തെ പല വമ്പൻ കപ്പലുകളും പരാജയപ്പെട്ടപ്പോൾ BRP മിഗ്വൽ മാൽവർ എന്ന കപ്പൽ മാത്രം ആ സബ്മറൈന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തി. ഫിലിപ്പീൻസ് നാവികസേനയുടെ വക്താവ് റിയർ അഡ്മിറൽ റോയി വിൻസെന്റ് ട്രിനിഡാഡ് ആണ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ഫിലിപ്പീൻസ് വക്താവ് തന്നെ സമ്മതിക്കുന്നത് തങ്ങളുടെ കപ്പലിലെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടേതുപോലെ അത്രയ്ക്ക് ഹൈ എൻഡ് അല്ല എന്നാണ്. പക്ഷേ അവരുടെ നാവികരുടെ വ്യക്തിപരമായ കഴിവും പരിശീലനവുമാണ് ഇതിന് സഹായിച്ചത്. സമുദ്രത്തിനടിയിലെ ശബ്ദ തരംഗങ്ങളിൽ വരുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. ചൈനയുമായി തെക്കൻ ചൈന കടലിൽ നിരന്തരം കൊമ്പുകോർക്കുന്ന ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള തങ്ങളുടെ നാവികരുടെ കഴിവ് അവർ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്തർവാഹിനികളുടെ സ്റ്റെൽത്ത് ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു മികച്ച അവസരം കൂടിയായിരുന്നു ഇത്. ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ഇപ്പോൾ വളരെ ശക്തമാണ്. ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ചൈനീസ് ഭീഷണിയെ നേരിടാൻ ഇന്ത്യയുടെ സഹായം ഫിലിപ്പീൻസിന് അത്യാവശ്യമാണ്. ഈ നാവിക അഭ്യാസത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മുറ്റമായ ബംഗാൾ ഉൾക്കടലിൽ വെച്ച് നടന്ന ഈ കണ്ടെത്തൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ ഒന്നുകൂടി മിനുക്കിയെടുക്കാൻ സഹായിക്കും. ഭാവിയിൽ ദക്ഷിണ ചൈന കടലിലോ പസഫിക് മേഖലയിലോ ഇന്ത്യൻ അന്തർവാഹിനികൾ വിന്യസിക്കുമ്പോൾ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെ നീങ്ങാം എന്നതിനെക്കുറിച്ച് ഈ പരീക്ഷണം പാഠങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു തിരിച്ചടിയല്ല, മറിച്ച് ഇന്ത്യൻ ഫിലിപ്പീൻസ് നാവികസേനകളുടെ സംയുക്തമായ ഒരു വലിയ വിജയമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക്കിലും ചൈനയുടെ കടന്നുകയറ്റത്തിന് ഈ സൗഹൃദം വലിയൊരു തടസ്സമാകും എന്നതിൽ സംശയമില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.